സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ഒരു സാധാരണ ഒരു സിമ്പിൾ ടെക്നിക്കാണ്. ഒരു വെള്ള പേപ്പർ എടുത്ത് അതിൽ 5x13 ഉള്ള സ്ക്വയർ വരച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ ക്രോസ് ആയിട്ടൊരു ലൈൻ വരച്ച് ഇതിനെ രണ്ടായിട്ട് തരംതിരിക്കുക. അതിനെ രണ്ടായി കട്ട് ചെയ്തതിന് ശേഷം രണ്ടിൻ്റെയും സ്ക്വയർ ഒരേപോലെ ആയിരിക്കും, അതായത് ഏരിയ ഒരേപോലെ ആയിരിക്കും. അതിനുശേഷം അതിനെ കട്ട് ചെയ്ത് വേർപെടുത്തുക. അതിൽ ഒരു പേപ്പർ എടുത്ത് ഇതിലാണ് നമ്മൾ ഇന്നത്തെ പരീക്ഷണം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ഇതിൻ്റെ 6th സെല്ലെടുത്ത് 5th റോയിലെ 6th സെല്ലെടുത്ത് അതിനെ കട്ട് ചെയ്ത് മാറ്റുക ആണ് ആദ്യം വേണ്ടത്. പിന്നെ ഇതിൻ്റെ 3rd റോയിലൂടെ ഒരു ലൈനിട്ട്, ചിത്രത്തിൽ കാണുന്ന പോലെ ലൈനിട്ട് അതൊരു കത്രിക വെച്ച് മുറിച്ച് മാറ്റുക. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ മുറിച്ച് മാറ്റുകയാണ് വേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ചിത്രത്തിൽ കാണിച്ച പോലെ 4th റോയിലെ 3rd കോളത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് അവിടത്തേക്ക് ഒരു ലൈൻ വരച്ച് അത് നമ്മൾ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക, ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ. അപ്പോൾ ഇത് സാധാരണ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ്. അതായത് നമ്മളിപ്പോൾ ഈ വീഡിയോസൊക്കെ കുറേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് ആ സ്ക്വയർ അടർത്തി മാറ്റിയതിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്ന പോലെ 4 പീസാക്കി മാറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിൽ ഇത് നമ്മൾക്ക് വേണ്ടത് ഇതിൻ്റെ 8th കോളത്തിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു ലൈനിട്ട പോലെ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ ഷേപ്പുള്ളൊരു ഷേപ്പ് കിട്ടി. അപ്പോൾ ഇതൊക്കെ യോജിച്ച് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഴയ പോലെ തന്നെയായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ സ്ട്രക്ചർ വേറെ രീതിയിൽ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് മാറ്റിയ സ്ക്വയർ പീസ് വേറെ തന്നെ മാറ്റി വെച്ചതിന് ശേഷം ഇതിനെ മറ്റു രീതിയിൽ അറേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ഈ കട്ട് ചെയ്ത് 2 പീസ് അടുപ്പിച്ച് വെച്ചു. ഇനി വലിയ ട്രയാങ്കിൾ ഇതിൻ്റെ താഴെ കൊണ്ടുവന്ന് ചെറിയ ട്രയാങ്കിൾ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ സ്ട്രക്ചറിൽ യാതൊരു തരത്തിലുള്ള മാറ്റവും വന്നില്ല. നമ്മൾ ഈ സ്ക്വയർ എടുത്ത് മാറ്റിയതിന് ശേഷവും നമ്മളെ സ്ട്രക്ചർ എന്ന് പറയുന്നത് മുന്നേ ഉണ്ടായ അതേപോലെ തന്നെയുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് കട്ട് ചെയ്ത് നമ്മൾ ആദ്യം മാറ്റിയ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അതേ ഷേപ്പ് തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ സ്ട്രക്ചർ ഇങ്ങനെ ആക്കിയതിന് ശേഷം മനസ്സിലാക്കേണ്ടത്, അപ്പോൾ ഇത് സെയിം ആണെങ്കിൽ ഇതിൻ്റെ അതേ ഏരിയ തന്നെയായിരിക്കും അതിനും. പക്ഷേ ഇപ്പോൾ നമ്മൾ വെച്ചതിന് ശേഷം നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ എൻഡ് സൈഡിൽ കുറച്ച് ഗ്യാപ്പ് കാണുന്നത്. ഈ ഗ്യാപ്പാണ് ഇതിൻ്റെ ഏരിയയായിട്ട് നമുക്ക് മാറ്റപ്പെട്ടത്. നമ്മളെ ഈ ഗ്യാപ്പ് കാണുന്ന സ്ഥലമാണ് ഈ സ്ക്വയറിൻ്റെ